തിരുവനന്തപുരം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചു. വർക്കല ഐരൂരിൽ താമസിക്കുന്ന 79 വയസ്സുള്ള സദാശിവൻ, ഭാര്യ 73 വയസ്സുള്ള സുഷമ എന്നിവരെയാണ് മകൾ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വാർത്ത കേട്ടല്ലോ എല്ലാവരും. പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒത്തിരി വിഷമമാണ് തോന്നിയത്. സ്വന്തം മാതാപിതാക്കളെയാണ് കൊണ്ടുപോയിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ടത്, ഗേറ്റ് കൂട്ടിയത്. സ്വത്തിന് വേണ്ടിയില്ലേ ഇപ്പം ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? ഈ സ്വത്ത് എങ്ങനെ ഉണ്ടായി? മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടല്ലേ ഇവർക്ക് ഈ സ്വത്ത് ഉണ്ടായത്. സ്വത്തില്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇന്ന് അവൾ ആ അച്ഛനമ്മമാരെ പുറത്തു കൊണ്ടുപോയിട്ടു. നാളെ ഇവളുടെ മക്കളും ഇവിടെ ചെയ്യില്ല എന്നെന്താ ഉറപ്പ്? ചെയ്യും. ദൈവം അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം മാതാപിതാക്കളെയും പ്രായമായ ആളുകളെയും നമ്മൾ എപ്പോഴും ബഹുമാനിക്കുകയും അതുപോലെ അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. ഞാനും ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണ്. എനിക്കും ഉണ്ടായിരുന്നു അതിൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും. അവരെയൊക്കെ ഞാനും നല്ലതുപോലെ നോക്കിയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവരെയൊക്കെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്വന്തം അച്ഛനമ്മേനെ ഒരിക്കലും ഇതുപോലുള്ള ക്രൂരത ചെയ്യരുത്. ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. സ്വത്ത് എന്ന് പറയുന്നത് ഒരു പ്രളയം വന്നാലും വേണ്ട, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ സ്വത്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ എന്തിനാണ് സ്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തല്ലുവിടുന്നത്? ഇവർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിക്കൂടെ? അച്ഛനമ്മ ഉണ്ടാക്കി തന്നെ വേണമെന്ന് ഇവർക്ക് എത്ര വലിയ വാശി? അവർ കുറച്ച് കാലം കൂടി അല്ലേ ജീവിക്കുള്ളൂ. ആ കാലം വരെ അവർക്ക് ജീവിക്കാൻ അനുവദിച്ച് കൊടുത്തുവിടും. ആ വീട്ടിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാകുന്നത് ഓരോ വീടിനും ഐശ്വര്യമാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആരും ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായി ഒന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് അവരെ പുറത്താക്കി, നാളെ എൻ്റെ മക്കൾ എന്നെ പുറത്താക്കുമോ ഇല്ലയോ എന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.